കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനി കട്ട കലിപ്പോടുകൂടി ആദർശനോട് പറയണം, എടാ ഫോൺ നയനയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറയണം. അങ്ങനെ നയനയുടെ ഈ ഫോൺ കൊടുത്തു. നയന ഫോണും വാങ്ങിയപ്പോ തന്നെ ദേവേനി പറഞ്ഞു, എടി ആരോട് ചോദിച്ചിട്ടാണ് ഞാൻ മുടി കേട്ട് കിടക്കുന്ന ചോദിക്കുക. അല്ലമ്മേ, അത് പിന്നെ ഞാൻ മുത്തശ്ശൻ പറഞ്ഞിട്ട്. മുത്തശ്ശൻ പറഞ്ഞു പോലും, നീ കാരണം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അറിയാവോ. ആദ്യം നീ അച്ഛനെ കിടപ്പിലാക്കി, ഇപ്പോഴാണ്ടേ എന്നെയും കിടപ്പിലാക്കിയിരിക്കുക. അവൻ മലയ്ക്ക് പോവാൻ മാലിട്ടേക്കോന്നുള്ള കാര്യം നിനക്കറിയാലോ. വെറുതെ മുടങ്ങിയുള്ള അവസ്ഥ നിനക്ക് പറയേണ്ട കാര്യമുണ്ടോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ കുടുംബത്തെ മൊത്തം ഇല്ലാതാക്കാനാ നിന്റെ പരിപാടിയെങ്കിൽ അന്ന് നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം. അല്ലെങ്കിലും വലതുകാലം വെച്ച് കയറിയതിന് ശേഷം കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഒരു ദിവസം പോലും സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് തന്നെ നീ അവിടെ നിന്ന് മാറിക്കിടന്നോളെന്ന് പറയാം. ഞാൻ മാറിപ്പോയി കിടന്നോളമേ, കുഴപ്പമില്ലമ്മേ എന്ന് പറയണ. കുഴപ്പമില്ല, ആർക്ക് കുഴപ്പമില്ല? നിനക്കൊരു കുഴപ്പമില്ല, പക്ഷെ കുഴപ്പമുള്ള ബാക്കിയുള്ളവർക്കല്ലേ. ഇനി നീ ആരെ കിടത്താനടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വളരെ പരുഷമായ രീതിയിൽ നയനോട് സംസാരിക്കുക. നയനയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് നയന് പറഞ്ഞു, ആദർശനോട് അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ മുറി കിടക്കുന്നില്ല എന്ന്. ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ കണ്ടില്ലേ ദേ അമ്മ അങ്ങനെയൊക്കെ പറയും. നീ ഒന്നും മൈൻഡ് ആക്കണ്ട. വേണ്ട ആദർശേട്ടാ, വെറുതെ എന്തിനാ അമ്മയുടെ ബി പി കൂട്ടുന്നേ? അമ്മ ഒന്നാമത്തെ കാര്യം ഹോസ്പിറ്റലാ. ഇനി ബി പി കൂട്ടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം. നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നത്തിലേക്ക് വഴിതെളിക്കുന്നേ? അതുകൊണ്ട് അതിന്റെ കാര്യമില്ല. ഞാൻ അപ്പുറത്ത് പോയി കടന്നോളാം, തൊട്ടടുത്ത മുറിയിലല്ലേ, പിന്നെ എന്താ കുഴപ്പം? അല്ല തന്നെ നിനക്ക് വയ്യായിക ഉണ്ടോണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. അതൊന്നും സാരില്ല. ആദർശാന്ന് അറിയാലോ, ഇത്രയൊക്കെ ചെയ്തിട്ട് അമ്മ എന്നെ ഒരിക്കലും മരുമകളായിട്ട് കാണാൻ പോലും അംഗീകരിക്കുന്നില്ല. ഇനിയിപ്പം ഞാൻ എന്തൊക്കെ ചെയ്തു പറഞ്ഞാലും ഇതൊക്കെ തന്നെയായിരിക്കും, ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അമ്മയുടെ പെരുമാറ്റം. ഇപ്പൊ എനിക്ക് ജീവിക്കണം എന്നുള്ള മോഹം പോലും ഇല്ല ആദർശേട്ടാ. അത്രമാത്രം ഞാൻ തകർന്നു പോവാന്ന് പറയണ. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോ ആദർശന് വല്ലാത്ത വിഷമമായി. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക. അല്ല ആദർശേട്ടാ, കുറെ ആരാണെങ്കിലും മടുത്തു പോയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് ഞാനും എത്തിയിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാന്ന് പറയാം. അതെ, ആദർശാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചേക്കണമെന്ന് പറയാം. കാരണം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ശ്വാസം മുട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, അതെ എനിക്ക് എന്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല, നിന്റെ കാര്യത്തിലാണ് ടെൻഷൻ. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും മിസ് കോൾ അടിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് ഓടി വന്നേക്കാന്ന് പറയണം. അറിയാലോ, നല്ല ക്ഷീണവും തളർച്ചയൊക്കെ നിനക്കുണ്ട്, തലകറങ്ങോണം എന്തേലും എന്നെ വിളിച്ചാൽ മതി എന്ന് പറയാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ, നമ്മുടെ എല്ലാം മനസ്സിനാണ് ഇപ്പൊ പ്രശ്നം. ഒന്നാമത്തെ അമ്മയുടെ അസുഖങ്ങളും കാര്യങ്ങളും ഓരോന്നോർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. അത് കുഴപ്പമില്ല, ആദർശനം കിടന്ന് ഉറങ്ങണം കേട്ടോ. ഇവിടെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കില്ലെന്ന് പറയണം. ഞാൻ കിടന്ന് ഉറങ്ങിക്കളാം, പക്ഷെ നീ കിടന്നുറങ്ങണം. എനിക്കറിയാം നിന്റെ സ്വഭാവം, നീ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുമെന്ന് പറയണം. ഇല്ല, ഞാൻ ഉറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നയന മുറിയിൽ നിന്ന് കൂടെ ഇറങ്ങിപ്പോവാം. നയന പോയതും ആദർശം വല്ലാത്ത സങ്കടമായിപ്പോയി. ഇനി എന്നാ അമ്മ മരുമകളെ അംഗീകരിക്കുന്നത്? ഇത്രയൊക്കെ നയന ചെയ്തു കൊടുത്തിട്ടും ഇതുവരെ ആയിട്ടും നയനയുടെ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല. എന്റെ അയ്യപ്പസ്വാമി എന്നും പറഞ്ഞിട്ട് ആ കഴുത്തിൽ കിടക്കുന്ന മാലയെ പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്റെ അയ്യപ്പസ്വാമി നയനയെ കാത്തോണെ. കാരണം അമ്മയ്ക്കാണെങ്കിൽ ഇതുവരെ ആയിട്ടും അവളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞതിന് ശേഷമെങ്കിലും അവർ രണ്ടുപേരും ഒന്നാവുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ പ്രതീക്ഷ മൊത്തം അസ്തമിച്ചിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ആദർശ് കിടക്കണേ. ഈ സമയം ദേവേനിക്ക് ഭയങ്കരമായിട്ട് വയറുവേന തുടങ്ങുവാണ്. വയറുവേന കൊണ്ട് ദേവേനി കിടന്ന് പൊളയുവാണ്. പെട്ടെന്ന് ജലജയ ജാനകി ചാടി എഴുന്നേറ്റു. എന്താ അടുത്തി, എന്താ കുഴപ്പം? ഞാൻ മരിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നത്, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വയറ് കുത്തിപ്പിടിച്ച് അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്. പെട്ടെന്ന് ജാനകി പുറത്തേക്ക് ഇറങ്ങി ഓടിച്ച ഒരു നഴ്സിനോട് പറഞ്ഞു, അതെ അടുത്തേക്ക് വേദന കാരണം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. പെട്ടെന്ന് ഡോക്ടർമാരെയൊക്കെ ആയിട്ട് വിളിക്കാൻ പോയി. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ദേവേനി കിടന്ന് പൊളയുവാണ്. ആ വെപ്രാളം കണ്ട് ജാനകിയൊക്കെ ഒരു നിമിഷം ഞെട്ടിപ്പോയി. മരണവെപ്രാളെന്ന് പറഞ്ഞു കേട്ടുള്ളൂ, അതുപോലത്തെ ഒരു വെപ്രാളമായിരുന്നു ദേവേനി കാണിച്ചെ. ഈ സമയം ജലജ എന്ത് ചെയ്യാണ്, അബിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അബിയും നവ്യ നല്ല ഉറക്കത്തില്ല. അപ്പോഴാണ് കോള് വരുന്നത്. പെട്ടെന്ന് നവ്യ ആരാ വിളിക്കുന്ന ചോദിക്കോ, കിടന്ന് ഉറങ്ങാൻ നോക്കടി, അവൾ ആരാന്ന് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കോളും എടുത്തിട്ട് പുറത്തേക്ക് അങ്ങോട്ട് വരുവാണ്. എന്താമേ എന്നെ കാര്യം ചോദിക്കുക. എടാ മോനെ, ഇവിടെ ആകെപ്പാടെ പ്രശ്നത്തിലാ, നമുക്ക് എന്താണ് സന്തോഷമുള്ള കാര്യമെന്ന് പറയണേ. എന്താമേ വല്യമ്മ മരിച്ചു പോയെന്ന് ചോദിക്കും. എടാ അതൊന്നും അല്ല, പിന്നെ എടാ അതുപോലെ മരിക്കാറായതുപോലെ നല്ല സീരിയസാ കാര്യങ്ങളൊക്കെ. ആണോ? അത് ICUലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയണം. ആഹാ, അത് കൊള്ളാലോ. അപ്പം എന്താണെങ്കിലും പൊളിച്ചു, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് തീർന്ന് കിട്ടിയാൽ മതിയായിരുന്നു, ഒരു ശല്യം അങ്ങോട്ട് മാറി കിട്ടിയാലെന്ന് പറയാം. പിന്നീട് അബിർ എന്താ ഈ കാര്യം എല്ലാവരും പറയണ്ടേ? പറഞ്ഞേരെ. അങ്ങനെ ഇവിടെ ഞാനൊക്കെ ഉറക്കളച്ചിരിക്കുമ്പോൾ അവിടെ എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങണ്ട. അല്ലെങ്കിൽ തന്നെ ഇവിടെ മുറി പോലും നല്ല മുറിയല്ല കിട്ടിയിരിക്കുന്നത്. ആകെപ്പാടൊരു സുഖമില്ല. ആരെങ്കിലും ഇങ്ങോട്ട് വരട്ടെ,
എന്നാലേ എനിക്ക് ആ വീട്ടിലേക്ക് വരാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് കോള് കട്ട് ചെയ്യണം. ഈ സമയത്ത് അഭി മനസ്സിൽ കരുതിക്കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. വല്യമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാര്യത്തിനൊക്കെ ഒരു തീരുമാനമാവും. പിന്നീട് നേരെ ജയന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. ആ സമയം ജാനകി അങ്ങോട്ട് വന്നു. ജാനകി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, ഞാൻ അബീനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയണം. നീ എന്തിനാ അതൊക്കെ പറഞ്ഞ്? അത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ ജലജ? വെറുതെ എന്തിനാ അവരെയും കൂടെ ടെൻഷൻ എടുപ്പിക്കണേ? അവര് വീട്ടിൽ സ്വസ്ഥത സമാധാനത്തോടെ ഇരിക്കുമല്ലേ? ആഹാ, അത് കൊള്ളാലോ. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനായിട്ട് ആരോ ഉള്ളേ? നമ്മൾ രണ്ട് പെണ്ണുങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ ജയേട്ടന് കാര്യങ്ങളൊക്കെ അറിയണ്ടേ? ജയേട്ടനോട് പറയാൻ പറഞ്ഞു. നമ്മളിവിടെ ഇരുന്നിട്ട് കാര്യമില്ലോ, അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും അവരറിയണ്ടല്ലോ, നമ്മൾ പൊത്തി പൊതിഞ്ഞു വെച്ചിട്ട് കാര്യമില്ലോ എന്ന് പറയണം. ആ സമയം അഭി നേരെ ജയന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. ഇങ്ങനെ ജയനെ വിളിച്ചു. ജയൻ എഴുന്നേറ്റ് വരുവാണ്. എന്താ അഭി, എന്താ കാര്യം എന്ന് ചോദിക്കാം. അത് പിന്നെ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാം. എന്താ കാര്യം എന്താ? അത് പിന്നെ വല്യമ്മയ്ക്ക് ഇച്ചിരി സീരിയസ് ആണ്. സീരിയസ് ആണോ? അതെ, ഇപ്പൊ ഐസിയുലേക്ക് മാറ്റിയെന്നാ പറഞ്ഞെന്ന് പറയാം. അപ്പൊ ഞാൻ വരുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ല. ഒരു കുഴപ്പമില്ലായിരുന്നു, ഭയങ്കര വയറുവേദനയായിട്ട് കിടന്ന് പൊളയുമായിരുന്നു എന്നാ പറഞ്ഞേ. അതിനുശേഷം ഇങ്ങനെയൊക്കെ സംഭവിച്ച് ഐസിയുലേക്ക് മാറ്റിയെന്നൊക്കെ പറഞ്ഞെന്ന് പറയാം. ശരി, എന്നാ ശരി, ഞാനിത് ആദർശനോട് പറയട്ടെ എന്ന് ചോദിക്കാം. വേണ്ട വേണ്ട, ഇപ്പൊ ആരോടും തൽക്കാലത്തേക്ക് പറയണ്ട, അവരെയും കൂടെ ടെൻഷൻ എടുപ്പിക്കണ്ട. ഞാനിപ്പോ പോയേക്കാന്ന് പറയണം. ഞാനും കൂടെ വട്ടെ വെല്ലിച്ച. വേണ്ട, നീ വരണ്ട, ഞാൻ പോയിക്കോളാന്ന് പറയാണ്. അങ്ങനെ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വരിക. ഈ സമയത്ത് ഐസിയുലേക്ക് ഡോക്ടർ കയറി വരുവാണ് ദേവേനെ പരിശോധിക്കാനായിട്ട്. അങ്ങനെ ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോഴത്തേനും നേഴ്സ് പറഞ്ഞു, ഇപ്പം സെഡേഷൻ കൊടുത്ത് മയക്കി കിടത്തിരിക്കുമെന്ന് പറയാം. അതുപോലെ വേദനയായിരുന്നു, മണ്ണപ്രാളം കാണിക്കുമായിരുന്നു ഡോക്ടർ എന്ന് പറയണം. അല്ല, ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. കൊടുത്തെന്ന് പറയണം. അങ്ങനെ കുറച്ച് സമയം കൂടെ ഡോക്ടർ നോക്കണം, പരിശോധിക്കുകയാണ്. ഈ സമയത്ത് ജയൻ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു വരുന്നത്. അപ്പോഴേക്കും ജലജൻ ദേവേനയ്ക്ക് ഐസുവിന്റെ ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു. ജലജൻ ജാനകിയൊക്കെ ഐസുവിന്റെ ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു. എന്താ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കാം. ഇത് കേട്ടാൻ ജാനകി പറഞ്ഞു, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല, ഒരു കുഴപ്പമില്ലാതെ രാത്രി കിടന്ന് ഉറങ്ങിയതാ. പക്ഷെ കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പത്തിന് വേദനയാണെന്നും പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് നിലവിളിക്കുമായിരുന്നു. അതുപോലെ മരണപ്രാള കാണിച്ചിരുന്നേ. പിന്നെ ഡോക്ടറെയൊക്കെ വിളിച്ച് ഡോക്ടർ ഒന്ന് ഐസിയിലേക്ക് കൊണ്ടിട്ടുണ്ട്. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ വന്നിട്ടുണ്ട്, പക്ഷെ കുറച്ച് ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാതെ ഇതുവരെയായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. ഇനിയിപ്പോൾ എന്ത് പറ്റിയതാണോ ഒന്നും അറിയത്തില്ലല്ലോ. ആകെപ്പാടെ എല്ലാം ഒന്ന് പ്രശ്നങ്ങളൊന്നും കുറഞ്ഞു വരുമായിരുന്നു. ഈ സമയം ജയന്റെ മനസ്സിലേക്ക് വന്നേ, നയനമോളെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞ് ഇത്രയോ സഹായിച്ചിട്ട് പോലും നയനമോളെ കുറിച്ച് അത്തരം കാര്യങ്ങളൊക്കെയാ ദേവന് പറഞ്ഞുകൊണ്ടിരുന്നേ. ഒരു കുഴപ്പമില്ലാതെ പുറത്തേക്ക് മാറ്റിയതാ. ഇനിയിപ്പോ അയ്യപ്പസ്വാമി കൊടുക്കുന്ന ശിക്ഷയാണോ എന്ന് അതും കൂടെ പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ചിന്തകളും ജയന്റെ മനസ്സിലേക്ക് വരുവാണ്. അയ്യപ്പസ്വാമിനെ അല്ലേ പരീക്ഷിക്കാനായിട്ട് പോയത്, അപ്പൊ അയ്യപ്പസ്വാമി വെറുതെ വിടുവോ എന്നൊരു ചിന്തയും ജയന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോഴേക്കും ഐസിയുവിനകത്തുനിന്ന് ഡോക്ടർ ഇറങ്ങി പുറത്തേക്ക് വരുവാണ്. ഡോക്ടറെ കണ്ട് ജയൻ ഓടിച്ചെന്ന് ചോദിച്ചു, എന്താ ഡോക്ടറെ, എന്ത് പറ്റി ദേവേനിക്ക്? ഇതേട്ടാ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ക്യാബിനിലേക്ക് വരാൻ പറയണം, മുറിയിലേക്ക് വിളിപ്പിക്കണം. അങ്ങനെ ജയൻ മുറിയിലേക്ക് ചെല്ലുക. ഡോക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, കാരണം വീരും കൂടി ആസിഡ് പോലും ദ്രാവകം അകത്ത് ചെന്നിരിക്കുന്നത്, അത് ചിലപ്പോൾ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ ബാധിക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അങ്ങനെ ഇന്റേണൽ ഓർഗൻസിനെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടും ജയൻ ഒന്നും ഞെട്ടി. ഡോക്ടർ എന്താ പറയണമെന്ന് ചോദിക്കണം. അതെ, നമ്മൾ കൃത്യസമയത്തിന് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റി. പക്ഷേങ്കിൽ അത് ആ വിഷം അങ്ങോട്ട് ഇന്റേണൽ ഓർഗൻസിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു, കരളിനെ ബാധിച്ചിരിക്കുന്നു പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ജയൻ ഒരു നിമിഷം ഒന്നും ഞെട്ടി. ജയൻ പറഞ്ഞു, കരളിനെയെന്ന് ചോദിക്കണം. അതെ, കരളിനെയാണ് ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു മേജർ സർജറി ഒക്കെ വേണ്ടി വരും, നമുക്ക് പറയാൻ പറ്റില്ല. രോഗിയുടെ കണ്ടീഷൻ അത്ര ക്രിട്ടിക്കലായിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാണ്. ജീവൻ രക്ഷിക്കാൻ പറഞ്ഞിട്ട് ജീവൻ രക്ഷിക്കാമെന്ന് കരുതി, പക്ഷേ ജീവനൊക്കെ രക്ഷിച്ചു. പക്ഷേങ്കിൽ അതിനേക്കാൾ ഉപരി ഇങ്ങനെ ഒരു കാര്യം ആരും പ്രതീക്ഷിച്ചില്ല. ഒരു പക്ഷെ വീട്ടിൽ ചെന്നിട്ടാ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലോ. ഹോസ്പിറ്റൽ ആയതുകൊണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഇനിയിപ്പം മേജർ സർജറി ചിലപ്പോൾ വേണ്ടി വരും. ഞാൻ വേറെ ഡോക്ടേഴ്സിനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അവരൊക്കെ എന്തായാലും എത്തും. കൂടെ ആലോചിച്ചൊരു തീരുമാനം എടുക്കണമെന്ന് പറയാം. ഇതൊക്കെ കൂടെ കേട്ട് കഴിയുമ്പോഴത്തേനും ജയൻ ആകെപ്പാടെ തകർന്നു പോയി. വല്ലാത്തൊരവസ്ഥയായി പോയി ജയന്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? മേജർ സർജറി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ജയനെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഡോക്ടറുടെ മുറിയിൽ നിന്ന് തകർന്ന മനസ്സോടെ ഇറങ്ങി വരുന്നേ. പിന്നീട് അഭി ജലജനെ വിളിക്കുകയാണ്. ജലജനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി അമ്മ കാര്യങ്ങളൊക്കെ അവിടുത്തെ? എടാ മോനെ, ഇവിടെ ആകെപ്പാടെ നല്ല പ്രശ്നത്തിലാ. ദേ നിന്റെ വല്യമ്മ എന്താണ് സീരിയസ് ആയിട്ട് തന്നെയാ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയാണ്. അല്ലമ്മേ, എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? പ്രതീക്ഷയ്ക്ക് വകയുണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനൊന്നും പറയാറായിട്ടില്ല. ദേ
നിന്റെ വല്യച്ഛൻ വന്നിട്ടുണ്ട്. വല്യച്ഛൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞ് ലിവറിന് എന്തോ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്തെന്നില്ലാത്ത സന്തോഷം അബിക്ക് തോന്നുവാണ്. രക്ഷപ്പെട്ടു, എത്രയും പെട്ടെന്ന് തട്ടിപ്പോയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നൈന എഴുന്നേറ്റ് രാവിലെ കോലം വരച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആദർശ് അങ്ങോട്ട് വന്നു. ആദർശ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്നോട്, നീ രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നിനക്ക് വയ്യായിക ഉള്ളതല്ലേന്ന് ചോദിക്കുക. അതൊന്നും കുഴപ്പമില്ല ആദർശേട്ടാ, അന്ന് പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പറയണം. അതെ, ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കാൻ മറ്റോ ചെയ്തെന്ന് ചോദിക്കാം. ഇല്ല, കുഴപ്പമൊന്നുമില്ല തോന്നെ. അമ്മ എന്നെ വാർഡിലേക്ക് മാറ്റിയതല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ പേടിക്കാനുള്ള കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. അപ്പോഴേക്കും അഭി അങ്ങോട്ട് വരുവാണ്. അഭി വന്നിട്ട് പറഞ്ഞു, ആര് പറഞ്ഞു പേടിക്കാനില്ലെന്ന്? ഇത് കേട്ടോ ആദർശ് നീ എന്താണ് പറയണമെന്ന് ചോദിക്കുക. അതെ, ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ. അപ്പം വല്യച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. അതെന്തിനാ അങ്ങനെ രാത്രി പോയത്? അത് പിന്നെ വല്യമ്മയ്ക്ക് ഇച്ചിരി കൂടുതലാ, ICUലേക്ക് മാറ്റിയെന്ന് പറയാണ്. ലിവറിന് എന്തോ കംപ്ലൈന്റ് ഒക്കെ പറ്റിയെന്ന്. ICUലേക്ക് മാറ്റിയോ? ആദർശിന് ഞെട്ടല. പെട്ടെന്ന് തന്നെ ആദർശ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നയനയോട് പറഞ്ഞു. അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ ബാധിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കരളിനെ ബാധിച്ചായിരിക്കും അത്. നയനെ, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയാം. ഇത് കേട്ടഞ്ഞപ്പോൾ നയന പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ വരാം. വേണ്ട, ഇപ്പൊ അവിടെ അപ്പച്ചി അവരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നീ വരണ്ട, ഇവിടെ നിന്നോ. അല്ലെങ്കിൽ തന്നെ നിനക്ക് നല്ല പ്രശ്നങ്ങളാണല്ലോ, തലവർക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ, നീ വരണ്ടെന്ന് പറയണേ. ആദർശേട്ടാ, എനിക്ക് ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല, എനിക്ക് വല്ലാത്ത വിഷമമായിരിക്കും, ഞാനും കൂടെ വരാമെന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ ഇന്നലെ അവരല്ലേ ഹോസ്പിറ്റലിൽ നിന്നേ, അവർ വീട്ടിലേക്ക് വരട്ടെ, അവർക്ക് റെസ്റ്റ് വേണ്ട അല്ലേന്ന് ചോദിക്കുക. എന്നാൽ ശരി, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സമയം ദേവേനെ കുറിച്ചുള്ള ചിന്തയിൽ ഇങ്ങനെ ജയൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ജാനകിയും ജലജയും കൂടെ വരുന്നത്. വന്നിട്ട് പറഞ്ഞു, അല്ലേട്ടാ ഇനിങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഡോക്ടറോട് ഒന്നുകൂടെ കയറി സംസാരിക്കണ്ടെന്ന് ചോദിക്കും. അല്ല, ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഇനിയിപ്പം മെയിൻ ഡോക്ടർ വരട്ടെ എന്നാ പറഞ്ഞേ. അല്ലാതെ ഇപ്പൊ ഇവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, സർജറിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോഴും ജലജ എല്ലാം അവൾ ഒറ്റയെടുത്ത് കാരണം, അവള് കാരണല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് പറയാം. ജയൻ പറഞ്ഞു, ഇതേ ജലജെ, വെറുതെ നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ല, ഇതൊരു ഹോസ്പിറ്റലാന്നുള്ള ചിന്ത വേണമെന്ന് പറയാണ്. ജാനകി പറഞ്ഞു, ഹോസ്പിറ്റലാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാട്ടാ, പക്ഷെ അവള് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അവളെ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് അടിച്ചിറക്കണ്ട, എന്ത് ചെയ്യാനാ? ഞങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും കേൾക്കുമെന്ന് ചോദിക്കുകയാണ്. അവളല്ലെങ്കിലും ഇത്രയ്ക്കൊരു ക്രൂരയായ സ്ത്രീയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പറയാണ്. ഇത് കേട്ട് ഇനിയിപ്പം ജലജ പറഞ്ഞു, എന്നിട്ട് ജാനകിയാണല്ലോ നേരത്തെ അവളോടൊപ്പം നിന്ന് എന്തിനു വേദിനും എന്തൊക്കെയായിരുന്നു പറയാണ്. ജയൻ പറഞ്ഞു, ഒന്ന് മിണ്ടായിരിക്കുന്നോ രണ്ടുപേരും കൂടെ. നിന്റെ മരുമോളുണ്ടല്ലോ അനാമിക, അവൾ ഇവിടെ വന്നു കിടന്ന് എത്രമാത്രം ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയെന്നറിയോ? അവസാനം ഡോക്ടർമാർ വരെ അവളെ ചീത്ത പറഞ്ഞ് പറയാണ്. ഇത് കേട്ടതും ജാനകി കൊടുത്തു, അത് പിന്നെ എങ്ങനെ ബഹളം ഉണ്ടാക്കായിരിക്കും? കാരണം അനി വന്നിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ നന്ദു ഇങ്ങോട്ട് വരും, അതിന്റെ വല്ല കാര്യമുണ്ടോ? അത് കാരണമല്ലേന്ന് ചോദിക്കും. പിന്നെ അനിയും നന്ദു തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധമൊന്നുമില്ല, അതൊക്കെ നിന്റെ വെറും തോന്നല. പിന്നെ അവരെ തമ്മിൽ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് നോക്കണ്ട. എന്നാലും ആ കൊച്ചു അതിനു വേണ്ടി വരുന്നതല്ല, ദേവേന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി വരുന്നതെന്ന് പറയണം. പിന്നെ വിശേഷങ്ങൾ അറിയാൻ വരുന്ന പോലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയാണ്. അതെ, നിന്റെ മരുമോൾ എന്തായാലും നല്ല പറ്റിയോർന്നാ നിനക്ക് വന്നിരിക്കുന്നത്. അതെ, ബ്ലഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുക ചെയ്തതെന്ന് പറയണം. അതെ, ചേട്ടൻ അങ്ങനെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട, എന്റെ മരുമോള് പാവം തന്നെയാ, പക്ഷെങ്കിൽ അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനല്ലേ ബാക്കി രണ്ടുപേരും നോക്കണമെന്നൊക്കെ പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് നയനെ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് വരുന്നത്. ആ കാഴ്ച കണ്ടതും ജാനകിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ജാനകി ദേഷ്യത്തോട് കൂട്ട് അവരെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.